ബോട്ടിലേക്ക് കയറുന്നത്. ഇത് കൊല്ലം പ്ലാവറ ടിക്കറ്റ് ചാർജ് വരുന്നത്. ഇത് കൊല്ലം കടവൂരിലെ പാണമുക്കം എന്ന് പറയുന്ന ഒരു ബോട്ട് ചട്ടിയാണ്. ചീന വലകൾ രാത്രി നീർക്കാക്ക എന്ന് പറയും. ഈ കൊക്കുകളുടെയൊക്കെ കൂടെ തന്നെ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് കാണുന്ന കൊല്ലം ബോട്ട് ജെട്ടിയാണ്. കൊല്ലം ബോട്ട് ജെട്ടിയിൽ നിന്ന് 1 മണിക്കൂർ സമയം കൊണ്ട് അഷ്ടമുടിക്കായലിലെ കാഴ്ചകളെ കണ്ട് ഏറ്റവും ചെലവ് ചുരുക്കിയ രീതിയിൽ ഒരു ബുക്കിങ്ങും ഇല്ലാതെ വളരെ തുച്ഛമായ ചെലവിൽ നിങ്ങൾക്ക് ഈ ഒരു അഷ്ടമുടിക്കായലിലെ കാഴ്ചകളെല്ലാം കണ്ട് എൻജോയ് ചെയ്ത് തിരിച്ചു വരാൻ പറ്റും. 1 മണിക്കൂറത്തേക്ക് വെറും 16 രൂപയാണ് ആവുന്നത്. ഏതൊക്കെ സമയത്ത് ഈ ബോട്ട് സർവീസ് ഉണ്ടെന്നും ഈ ബോട്ടിൽ പോയി എന്തെല്ലാം കാണാൻ പറ്റുന്ന എല്ലാ ഡീറ്റെയിൽസും ഈ വീഡിയോയിൽ കാണാം. ഈ കാണുന്നത് സി അഷ്ടമുടിയുടെ ബോട്ടാണ്. എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ സി അഷ്ടമുടി ബോട്ട് സർവീസ് എന്താണെന്ന്. അറിയാത്തവരുണ്ടെങ്കിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. സി അഷ്ടമുടിയുടെ ബോട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ നമ്മളിത് ബുക്ക് ചെയ്യണം. അതിൻ്റെ നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബോട്ടിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനലിൽ തന്നെ അതിൻ്റെ വീഡിയോ ഉണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സി അഷ്ടമുടിയുടെ ഈ ഒരു ചാനലിൽ ചെയ്തിട്ടുള്ള വീഡിയോയെ പറ്റി എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. ഒരുപാട് കമൻസ് ഒക്കെ തന്നു. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അത് മാത്രമല്ല ഈ ബോട്ട് സർവീസിനെ പറ്റി വളരെ നല്ല അഭിപ്രായമാണ്. അപ്പോൾ ഈ ഒരു ബോട്ട് സർവീസിനെ പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല. ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ആ വീഡിയോ കണ്ടാൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. ഈ സി അഷ്ടമുടിയുടെ ബോട്ടിനുള്ളിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്ന കൊല്ലം പ്ലാവറ ബോട്ടിലേക്ക് കയറുന്നത്. ഇത് കൊല്ലത്തുനിന്ന് പ്ലാവറ എന്ന് പറയുന്ന സ്ഥലം വരെയാണ് പോകുന്നത്. പ്ലാവറ പോയിട്ട് അവിടുന്ന് അപ്പോഴേ തിരിച്ചു വരും. അവിടെ ഹോൾട്ടോ കാര്യങ്ങളൊന്നുമില്ല. നേരെ പ്ലാവറ പോകുന്നു, കറങ്ങി തിരിച്ചു വരുന്നു. ഏകദേശം 1 മണിക്കൂർ സമയം കൊണ്ട് നമുക്ക് അഷ്ടമുടിക്കായലിലെ ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റുന്ന ഒരു ബോട്ട് സർവീസാണിത്. നമ്മുടെ KSRTC ബസ് പോലെ തന്നെയാണ് ഇത് സർവീസ് നടത്തുന്നത്. ഒരുപാട് യാത്രക്കാർ ഇതിൽ പല പല സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ട്. പ്ലാവറ വരെയാണിത് പോകുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുവരെയുള്ള കുറച്ച് സ്റ്റോപ്പുകൾ മാത്രമേ ഉള്ളൂ. എങ്കിലും ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട്. ബസ്സിലൊക്കെ കാണുന്ന പോലെ തന്നെ അമ്മയും കുഞ്ഞും സീനിയർ സിറ്റിസൺ അങ്ങനെ സ്പെഷ്യൽ സീറ്റുകളൊക്കെ ഉണ്ട്. കൊല്ലം ബോട്ട് ചട്ടിയിൽ നിന്ന് പ്ലാവറയിലേക്ക് പല സമയങ്ങളിൽ ബോട്ട് സർവീസ് ഉണ്ട്. ഇപ്പം നമ്മൾ പോകുന്നത് വൈകുന്നേരം 4:40 4:45 ആകുമ്പോഴത്തേക്കും കൊല്ലം ബോട്ട് ചട്ടിയിൽ നിന്ന് പ്ലാവറയിൽ പോയിട്ട് അവിടുന്ന് തിരിച്ച് 5:45 മുമ്പായിട്ട് കൊല്ലം ബോട്ട് ചട്ടിയിലേക്ക് തിരിച്ചു വരുന്നൊരു ട്രിപ്പിലാണ്. ഇപ്പോൾ ഈ ഒരു ബോട്ടിൽ തന്നെ കുറേ ജാക്കറ്റുകളൊക്കെ വെച്ചേക്കുന്ന കാണാം സേഫ്റ്റിയുടേതായിട്ട്. അപ്പം സേഫ്റ്റിയുടെ ജാക്കറ്റ് ഉണ്ട്. അത് മാത്രമല്ല 5ഓളം സ്റ്റാഫുകളുണ്ട്. ഡ്രൈവറും സ്രാങ്ക് പിന്നെ ബോട്ട് അടുപ്പിക്കുന്ന ഒരാൾക്കാരൊക്കെ ഉണ്ടല്ലോ. അതിൻ്റെയൊക്കെ 5ഓളം സ്റ്റാഫുകൾ കാണാൻ പറ്റും. ഭയങ്കര സേഫായിട്ട് തന്നെ പോകാൻ പറ്റും. ബോട്ടും നല്ല കണ്ടീഷൻ ബോട്ട് തന്നെയാണ്. ഏകദേശം 4:40 കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കൊല്ലം ബോട്ട് ചട്ടിയിൽ നിന്ന് പ്ലാവറ പോയി വരുന്ന ബോട്ട് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ട്രിപ്പിന് നിങ്ങൾക്ക് സ്ഥലം കാണാൻ വേണ്ടി വരുവാണെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റിയ ഒരു സമയം 4:40 ഒരു ബോട്ട് സർവീസ് ആയിരിക്കും. കാരണം വൈകുന്നേരം ആ ഒരു സൺസെറ്റിൻ്റെ വ്യൂ കാണാൻ പറ്റും. പിന്നെ വെയിലിൻ്റെയോ ആ ചൂടിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല. വൈകിട്ടത്തെ ഒരു കായലിൻ്റെ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് പോകാൻ പറ്റുന്ന ഒരു നല്ല സമയമാണ് ഈ ഒരു 4:40 ട്രിപ്പ് എന്ന് പറയുന്നത്. കൊല്ലത്തുനിന്ന് പ്ലാവറയിലേക്ക് പോകുന്ന ഈ ഒരു ബോട്ട് സർവീസിൽ കൊല്ലം പ്ലാവറ ടിക്കറ്റ് ചാർജ് വരുന്നത് 8 രൂപയാണ്. കൊല്ലം ബോട്ട് ചട്ടി നിൽക്കുന്ന ഈ ഒരു കൊല്ലം പ്ലാവറ ബോട്ട് സർവീസിൽ പ്ലാവറയിൽ ബോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിർത്തിയിടത്തൊന്നുമില്ല. അങ്ങനെയൊന്നും ആ ടൈം അവിടെ കൊടുക്കുന്നില്ല. നേരെ കൊല്ലത്തുനിന്ന് പ്ലാവറ ചെന്ന് കറങ്ങി അതേപോലെ തന്നെ കൊല്ലം ബോട്ട് ചട്ടിയിലേക്ക് തിരിച്ചു വരുവാണ്. കൊല്ലത്തുനിന്ന് പ്ലാവറ വരെ പോകാനായിട്ടാണ് 8 രൂപ ബോട്ടിൻ്റെ ടിക്കറ്റ് ചാർജ് വരുന്നത്. പ്ലാവറയിൽ നിന്ന് തിരിച്ച് കൊല്ലത്തേക്ക് വീണ്ടും 8 രൂപ ടിക്കറ്റ് ചാർജ് ആകുന്നു. അങ്ങനെ 16 രൂപയാണ് കൊല്ലം ടു പ്ലാവറ പോയി പ്ലാവറ ടു കൊല്ലം വരാനായിട്ട്. അപ്പോൾ ഈ ബോട്ടിൽ പോകുന്ന പലർക്കും അറിയത്തില്ലായിരിക്കും ഈ പ്ലാവറ ജംഗ്ഷൻ എവിടെയാണ്, തിരിച്ചു വരുമ്പോൾ ടിക്കറ്റ് എടുക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ. അങ്ങനെയൊന്നും ഒരു കൺഫ്യൂഷൻ വേണ്ട. കാരണം ഇതിലെ കണ്ടക്ടർ നമ്മൾ പ്ലാവറ ജംഗ്ഷനിൽ ഇറങ്ങുന്നില്ലെന്ന് കാണുമ്പം വീണ്ടും വന്ന് 8 രൂപയുടെ ടിക്കറ്റ് എടുപ്പിക്കും. ഈ ഒരു ബോട്ട് സർവീസിൽ ബോട്ട് ഏതെല്ലാം സ്ഥലങ്ങളിൽ പോകുന്നുള്ള സ്ഥലങ്ങളുടെ ഡീറ്റെയിൽസും പോകുന്ന വഴിക്കത്തെ കാഴ്ചകളും എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്നത് കൊല്ലം അഡ്വഞ്ചർ പാർക്കാണ്. നമ്മുടെ കൊല്ലം ആശ്രമം ഗ്രൗണ്ടിനടുത്ത് നിന്ന് വരുന്ന വഴിക്കുള്ള ഒരു പാർക്കാണ് അഡ്വഞ്ചർ പാർക്ക്. കൊല്ലംകാർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. വളരെ ഫേമസ് ആയ ഒരു പാർക്കൊക്കെയാണിത്. ഈ ഒരു അഡ്വഞ്ചർ പാർക്കിനെ പറ്റിയുള്ളൊരു വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ട്രാവലൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. പുതിയ പുതിയ സ്ഥലങ്ങളുടെ വീഡിയോ ഒക്കെ വരും. ഇത് നമ്മുടെ കൊല്ലം ലിങ്ക് റോഡിലെ പുതിയ പാലമാണ്. ഈ പാലത്തിൻ്റെ പണി കഴിയാതെ കുറച്ച് ഭാഗം പൂട്ടിയിട്ടിരിക്കുകയാണ്. പണി അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ഈ പാലത്തിൻ്റെ പണി പൂർത്തിയായ സ്ഥലത്ത് പാലം ഓപ്പൺ ആണ്. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് നിന്ന് ഹൈസ്കൂൾ ജംഗ്ഷനും ഇരുമ്പ് പാലത്തിൻ്റെയും ഇടയിലുള്ള ഒരു ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റും. ഈ ഒരു പാലത്തിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. ആ പാലത്തിൽ വൈകുന്നേരം പോയി നിൽക്കുമ്പോൾ ഉള്ള കുറേ വ്യൂ പോയിന്റ്സ് ഉണ്ട്. അതേപോലെ വൈകുന്നേരം ഒരു പ്രത്യേക ഒരു ആംബിയൻസ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഞാൻ എടുത്ത് പറയുന്നത്, നിങ്ങൾ ട്രാവലും ഇതേപോലുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഈ കാണുന്നത് കൊല്ലം കടവൂരിനടുത്തുള്ള ഒരു സ്റ്റാർ ഹോട്ടലാണ്. ഹോട്ടൽ ഓൾ സീസൺ.
ഈ കാണുന്നത് കൊല്ലം കടവൂര് പള്ളിയാണ്. കടവൂര് പള്ളിയുടെ മുകളിലുള്ള യേശുവിൻ്റെ ഒരു രൂപമാണ് ഈ കാണുന്നത്. കൊല്ലം ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്നും അഞ്ചാലുമൂട് പോകുന്ന വഴിക്കുള്ള തേവള്ളി പാലമാണ് ഈ കാണുന്നത്. ആ ഒരു ചെറിയ കുന്നിൻ്റെ മുകളിലായിട്ട് കാണുന്നത് കടവൂര് പള്ളിയാണ്. കടവൂര് പള്ളിയുടെ കടവൂര് ബോട്ട് ജെട്ടിയാണ് ഈ കാണുന്നത്. ഇത് കൊല്ലം കടവൂരിലെ രാവിസ് ഹോട്ടലാണ്, സ്റ്റാർ ഹോട്ടലാണ്. ഇത് കടവൂരൊക്കെ കഴിഞ്ഞിട്ടുള്ള പാണമുക്കം എന്ന് പറയുന്നൊരു ബോട്ട് ജെട്ടിയാണ്. അഷ്ടമുടിക്കായലിൽ പൊതുവെ കാണപ്പെടുന്ന ഒരു മത്സ്യബന്ധന സംവിധാനമാണ് ഈ കാണുന്ന ചീനവലകൾ. രാത്രി കാലങ്ങളിൽ ലൈറ്റിൻ്റെ സഹായത്തോടു കൂടി ചെറിയ കൊഞ്ച്, മീനുകൾ, ചെമ്മീൻ അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് ഈ ഒരു ചീനവലയിൽ സാധാരണയായിട്ട് പിടിക്കാറുള്ളത്. ചൈനീസ് ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു സംഭവമായിട്ടാണ് ഇതിന് ചീനവലകൾ എന്നൊരു പേര് വന്നത്.
ഈ കാണുന്ന ബോട്ടുകളൊക്കെ നീണ്ടകര ശക്തികുളങ്ങര ഹാർബറിൽ നിന്നൊക്കെ കടലിലേക്ക് മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടുകളാണ്. കൊല്ലത്തുനിന്ന് പ്ലാവറയിലേക്കുള്ള ബോട്ട് സർവീസിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പായിട്ടുള്ള പ്ലാവറ ബോട്ട് ചട്ടിയാണിത്. ഇവിടുന്ന് വീണ്ടും നമ്മൾ നേരെ കൊല്ലത്തേക്ക് പോകും. ഈ പ്ലാവറ ബോട്ട് ചട്ടിയിൽ നിന്ന് കൊല്ലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇനി ഒരു 8 രൂപയുടെ ടിക്കറ്റ് കൂടെ എടുക്കണം. അഷ്ടമുടി കായലിൽ കാണപ്പെടുന്ന ഒരുതരം പക്ഷിയാണിത്. നീർക്കാക്ക എന്ന് പറയും. ഈ കൊക്കുകളുടെയൊക്കെ കൂടെ തന്നെയാണിത് പറന്ന് നടക്കുന്നത്. ഈ ഒരു പക്ഷിയുടെ പ്രധാന പ്രത്യേകത വെള്ളത്തിൻ്റെ അടിയിൽ മുങ്ങിപ്പോയിട്ടാണ് മീനിനെ പിടിക്കുന്നത്. ഇവിടെ ഈ ഒരു പക്ഷിയുടെ പേര് നീർക്കാക്ക എന്നാണ്. മറ്റുള്ള സ്ഥലങ്ങളിൽ വേറെ എന്തെങ്കിലും പേരാണെന്ന് അറിയില്ല. കണ്ടാൽ കാക്കയെ പോലെയൊക്കെയാണ്, പക്ഷേ ഇതിൻ്റെ കാലുകൾക്കൊക്കെ പ്രത്യേകതയുണ്ട്. വെള്ളത്തിൻ്റെ അടിയിലൂടെ നീന്താൻ പറ്റുന്ന രീതിയിലാണ്. ഈ അഷ്ടമുടി കായലിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഈ കൊക്കുകൾ. നമ്മളിങ്ങനെ ബോട്ടിലൊക്കെ പോകുന്ന സമയത്ത്, ബോട്ടിങ് ചെയ്യുന്ന സമയത്ത് കൊക്കുകൾ ഇങ്ങനെ ബോട്ടിൻ്റെ പുറകെ പറന്നിങ്ങനെ വരും. ഈ അഷ്ടമുടിയുടെ വീഡിയോ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ആ ബോട്ടിൽ പോകുന്ന സമയത്ത് നമ്മുടെ അടുത്തൊക്കെ വന്ന് കൊക്കിരിക്കും. അത്രയ്ക്കും ഒരു ഇണങ്ങിയ രീതിയിലാണ് കൊക്കുകളൊക്കെ വരുന്നത്. കൊല്ലത്തുനിന്ന് ഈ ബോട്ട് പ്ലാവറ ചെല്ലുന്നവരെ കുറച്ച് യാത്രക്കാരുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പ്ലാവറയിൽ നിന്ന് കൊല്ലത്തേക്ക് വരാൻ വേണ്ടിയിട്ട് കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു ബോട്ടിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പായിട്ടുള്ള പ്ലാവറയിൽ ചെന്നതിന് ശേഷം തിരിച്ചു വന്നപ്പോഴും ഈ യാത്രക്കാർ കുറച്ച് പേര് ബോട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്നെപ്പോലെ തന്നെ ഈ ബോട്ടിൽ കയറിയിട്ട് സ്ഥലം കാണാൻ വേണ്ടി വന്നവരാണെന്നുള്ളത്. അങ്ങനെ ഞാൻ കുറച്ച് പേരുടെ അടുത്തൊക്കെ ചോദിച്ചു യാത്രയെപ്പറ്റി എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര നല്ല അഭിപ്രായമാണ്, നല്ലൊരു യാത്രയായിരുന്നു പറഞ്ഞു. എനിക്ക് തോന്നി അങ്ങനെ തന്നെയാണ്. ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളും. അതേപോലെ 1 മണിക്കൂർ സമയം പോയതറിഞ്ഞില്ല. ഈ 1 മണിക്കൂർ യാത്രയ്ക്ക് വെറും 16 രൂപയാവുന്നുള്ളൂ. ഒരു ചായയുടെയും കടിയുടെയും ക്യാഷ് പോലും ആവുന്നില്ല 1 മണിക്കൂർ യാത്ര ചെയ്യണമെങ്കിൽ. അപ്പോൾ ആ 1 മണിക്കൂർ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഇപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കണ്ടു കാണുമല്ലോ എന്തൊക്കെ കാണാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ടൈം ഉള്ളപ്പോഴും ഒരു ബുക്കിങ്ങും ഇല്ലാതെ വളരെ തുച്ഛമായ പൈസയ്ക്ക് 1 മണിക്കൂർ ഈ ഒരു കായൽ കണ്ടുപോകാൻ പറ്റും. ഇതുപോലെ തന്നെ ആലപ്പുഴയിൽ നിന്നും കുറച്ച് ബോട്ട് സർവീസ് ഉണ്ട്. ആലപ്പുഴ ടു ചങ്ങനാശ്ശേരി അങ്ങനെ കുറേ സ്ഥലങ്ങളിലേക്കൊക്കെ ബോട്ട് സർവീസ് ഉണ്ട്. ഗവൺമെൻറ്റിൻ്റെ ബോട്ട് സർവീസ്. നമുക്ക് ഒരു ടിക്കറ്റ് ചാർജ് എടുത്താൽ മതി, യാത്രാ ടിക്കറ്റ് ചാർജ് എടുത്താൽ മതി. വളരെ തുച്ഛമായ പൈസ നമുക്ക് ആലപ്പുഴ കായലെ കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ വീഡിയോയും ഈ ചാനലിൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു അഷ്ടമുടി കായലിൽ ഒരു 1 ഡേ ട്രിപ്പായിട്ട് ഫാമിലി ആയിട്ടായാലോ ഫ്രണ്ട്സ് ആയിട്ടായാലോ എങ്ങനെയായാലും ഒരു 1 ഡേ ട്രിപ്പായിട്ട് വരണമെങ്കിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ അഷ്ടമുടിയുടെ ഒരു ബോട്ട് സർവീസാണ്. ആ ഒരു ബോട്ട് സർവീസിൻ്റെ കൂടെ തന്നെ സാമ്പ്രാണിക്കോടി ഐലൻഡിൽ പോകാൻ പറ്റും. അവിടെ ചെന്നിട്ട് നമുക്ക് 1 മണിക്കൂർ സമയമുണ്ട്. അവിടെ വേറെ ടിക്കറ്റ് ചാർജ് എടുക്കണം, 150 രൂപ ആയിരിക്കും. അപ്പോൾ ആ ഡീറ്റെയിൽസ് എല്ലാം എന്തായാലും നമ്മുടെ അഷ്ടമുടി വീഡിയോയിലുണ്ട്. ആ വീഡിയോ കൂടെ എല്ലാവരും കണ്ടാൽ മനസ്സിലാവും ഫുൾ ഡീറ്റെയിൽസ് എന്താണെന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നിക്കൊണ്ട് ലൈക്ക് ചെയ്തേക്കണം. പിന്നെ ഈ ചാനൽ കൂടുതലും ട്രാവൽ വീഡിയോസാണ്. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോ കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തേക്ക്. ഈ ഒരു യാത്രയെ പറ്റിയുള്ള ഈ കൊല്ലം പ്ലാവറ ബോട്ട് സർവീസിനെ പറ്റിയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇനിയും കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. എനിക്കറിയാവുന്നതാണെങ്കിൽ അപ്പോഴേ ഞാൻ റിപ്ലൈ തരാം. ഈ ഒരു കൊല്ലം പ്ലാവറ ബോട്ട് സർവീസ് ഏതൊക്കെ സമയത്തുണ്ടെന്നുള്ളതിൻ്റെ ടൈമിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്.